ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. റിസോർട്ടിലൊക്കെ പോയി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് പറഞ്ഞു നമ്മളൊരു ചക്ക ഇട്ടിട്ട് പുഴുങ്ങാന്ന്. ചക്ക ശരിക്കും എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്. എന്നാലും അതിലൊക്കെ ഉപരിയായിട്ട് ഈ ചക്ക ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന കഥകളും അതുപോലെ തന്നെ അത് വാഴൻ്റെ ഇലയിൽ ഇട്ടിട്ട് കഴിക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും ചക്ക പുഴുങ്ങാന്ന് പറയുന്നത്. പിന്നെ മോൻ്റെ കാര്യമാണെങ്കിൽ മോൻ കഴിഞ്ഞ പ്രാവശ്യം ചക്കയൊക്കെ ഉണ്ടായ സമയത്ത് ചിലപ്പം വളരെ ചെറുതായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ചക്കയൊക്കെ കാണുന്നത്. ഈ ഒരു കുഞ്ഞു ചക്ക കണ്ട സമയത്ത് അത് നിലത്ത് വെക്കാതെ ഏറ്റിക്കൊണ്ട് നടക്കുന്ന പണിയായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചക്ക ക്ലീൻ ചെയ്യാറ്. ചക്കൻ്റെ ഈ ഒരു പുറമൊക്കെ തറച്ചിട്ട് എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചെയ്ത് നോക്കിയാണ്. ഇവിടെ ഉമ്മയൊക്കെയാണ് അത് കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ അത് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് തോന്നാറുമുണ്ട്. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ചക്കയൊക്കെ പുഴുങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഒരുപാട് ടൈമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചക്കയും ചോറും എല്ലാം കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത്. കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ അച്ചാർ എടുക്കുന്നത് കണ്ടിട്ട് തേങ്ങ അരച്ച കറിയല്ല അച്ചാറാണെന്ന് ഞാൻ ഇവളോട് പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് മോൻ്റെ ഒരു അടിപൊളി ഡാൻസും കൂടി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടെങ്കിലും എല്ലാവർക്കും ഒന്ന് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. മോൻ പാട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളെല്ലാവരും കൂടി ചക്കയൊക്കെ തിന്നിട്ട് നല്ല ചൂടുണ്ട്, നമ്മൾ എങ്ങോട്ടെങ്കിലും കുളിക്കാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുകയാണ് നല്ല സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ അവിടെ വെള്ളം കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി മുകളോട്ട് പോയാൽ നല്ല സ്ഥലം ഉണ്ടെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കി. യാത്ര ശരിക്കും ഒരു ഓഫ് റോഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ദൂരം അങ്ങോട്ട് കയറിപ്പോയി. ഇവിടെ വരെയൊക്കെ വണ്ടി വരുള്ളൂ, അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കയറി പോകണം. പിന്നെ മോനിതാ എല്ലാവരെയും ഉപദേശിക്കുന്നുണ്ട്, നേരെ നടക്ക്, അങ്ങോട്ടൊന്നും പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ഓനും നടക്കാനൊക്കെ ഒരു പൂതി. അങ്ങനെ നടക്കുകയാണ്. ഒരുപാട് നേരം അങ്ങോട്ട് നടന്നു. പിന്നെ ആണെങ്കിൽ ഇവനെയും ഒക്കെ ഇങ്ങനെ നയിച്ച് നടക്കുമ്പോഴേക്കും ഒരുപാട് സമയമാകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും കാലം ഈ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിട്ട് ഇതൊന്നും കാണാതെ പോയല്ലോ എന്നുള്ളത് ശരിക്കും ഇപ്പം എനിക്കൊരു റിഗ്രറ്റാണ് കേട്ടോ. അത്രയും രസകരമായിരുന്നു. നമ്മൾ എവിടെയോ ടൂറൊക്കെ പോയൊരവസ്ഥയായിരുന്നു ഈ ഒരു പാറയും അതുപോലെ പുഴയും വെള്ളമൊക്കെ കാണുന്ന സമയത്ത്. പിന്നെ മോന് വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും നിലത്ത് നിൽക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ അവന് പാകത്തിന് ഒരു കുഞ്ഞു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവനെ ആദ്യം ഇറക്കി അവൻ്റെത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവരെല്ലാവരും കളിക്കുന്നുണ്ട്. ശരിക്കും പുഴയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടുതൽ കളിക്കാനൊന്നും പറ്റൂല, കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ഉണ്ടല്ലോ. പിന്നെ ഈ മക്കളൊരു രസവും സന്തോഷവും അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന പോക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.